വലിയ ആഴമൊന്നുമില്ല, കയറി പൊയ്ക്കോളി. പൊതഞ്ഞു പൊതഞ്ഞു പോട്ടെ. ആപത്തിൽ സഹായിക്കുന്നവനെ പറ്റിക്കുന്നവരെ വിശ്വസിച്ചുകൂടുന്ന. ശരി, 1000 മാപ്പ് പറയും. 1001 മാപ്പ്. കൈ നീട്ടി. എന്നെ രക്ഷിച്ചത് ഞാൻ മറക്കൂല. എന്നെ പറ്റിക്കാൻ നോക്കിയത് ഞാനും മറക്കൂല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, പേര്? പേര് അമ്മു. നാദാപുരം നാടുവാഴിയുടെ മോള് ആർത്തിത്തമ്പുരാട്ടിയുടെ ഇഷ്ടപ്പെണ്ണ്. മനസ്സിലായില്ലല്ലോ? എന്റെ പേര് അമ്പാടി. അമ്മു. അത് തോഴി തിരക്കി വരുന്നു, ഞാൻ പോട്ടെ. അമ്മു, ശകുന്തളയുടെ കാലിലാണ് മുള്ളുകൊണ്ടത്, ഇത് വാലിലാണല്ലോ. വാലോ? അല്ല, കുതിരവൈദ്യന്റെ മോളല്ലേ? അതെ, കൊട്ടാരം കുതിരവൈദ്യന്റെ മോളല്ലേ? കുതിരവാല് പോലുള്ള ഈ തലമുടി കണ്ടേ വാഴെന്നത് പ്രയോഗിച്ചെന്നേ ഉള്ളൂ. കുതിര ചിലപ്പോ വാലുകൊണ്ട് അടിച്ചില്ല. എതൊക്കെ നിന്ന് കൊള്ളും. അതെന്താ? ആവശ്യക്കാരായതുകൊണ്ട്. എന്താ ആവശ്യം? പേരെന്താ? മാളു. അമ്പടി മാളു. എന്റെ പേര് കറുപ്പനെന്നാ. കറുപ്പനും മാളു. എന്താ ആവശ്യം എന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഈ കുതിരയ്ക്ക് വേഗത കൂട്ടുന്ന ഒരു മരുന്ന് വേണം. അല്ല പിന്നെ എനിക്ക് കഴിക്കാനാണോ? എനിക്കെന്തിനാ വേഗമാ? വഴിയിൽ വെച്ചല്ലാതെ വീട്ടിലേക്ക് വരാം. വീട്ടിലെ അച്ഛനും ചേട്ടനും അവരറിയാതെ വരണം. ഉത്സവം പുലർച്ചയ്ക്ക് കഴിഞ്ഞിരിക്കുന്നല്ലോ. ഇപ്പൊ സമയം ഉച്ചയായി. ഞാൻ നേരെ ഇങ്ങ് എത്താമായിരുന്നു. സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും തരുന്ന സ്വാതന്ത്ര്യം ചിന്നു പാഴിലാക്കരുത്. ശരി, ആരും കാണില്ല. കൊച്ചുകുറുപ്പേ, താൻ എന്തിന് ചെയ്യരുതാത്തതൊക്കെ ചെയ്തു. സുഖത്തിനോ? സുഖം തന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടില്ലേ? അധികാരത്തിനോ? അധികാരത്തിലുള്ള ആഗ്രഹം അവസാനിച്ചില്ലേ? സമാധാനവും സംതൃപ്തിയും അസ്തമിച്ചില്ലേ? എന്റെ ചങ്കിൽ ആഞ്ഞിറങ്ങിയ ആ കഠാര ഉറക്കിലും ഉണർവിലും നിന്റെ ഉൾക്കണ്ണിനു മുൻപിൽ ഊഞ്ഞാലാടുകയല്ലേ? അച്ഛൻ ഉറക്കത്തിൽ കിടന്ന് കളരിപ്പയറ്റ് നടത്തുന്നത് ഞാൻ കാണുകയായിരുന്നു. കിനാവ് കണ്ടോ? കിനാവിൽ കളരിപ്പയറ്റല്ല നടത്തിയത്. കൊച്ചുനാളിലെ പോലെ നീയുമൊത്ത് കാറ കളിക്കുകയായിരുന്നു. ആ കഠാരിയുമായി പോകുന്നുണ്ട് എന്റെ മുമ്പിൽ നിന്ന്. എങ്ങോട്ട്? നാദാപുരം കോട്ടയിൽ നിന്നും പനച്ചേരിക്കുറിപ്പ് വന്ന് നിൽക്കുന്നു. ഓഹോ, വന്നോ?
എത്തി, ഞാൻ എത്തി. സന്തോഷം. ഉച്ചയുറക്കമായിരുന്നോ? ആ, ഒന്ന് മയങ്ങി. ഇരിക്കും മനസ്സിൽ. ധാന്യങ്ങളൊക്കെ സംഭരിച്ചു കഴിഞ്ഞു. ഇനി അത് കടത്തനാട്ടേക്ക് കടത്തണം. ഇവിടെ നിന്നുള്ള എല്ലാ സഹായങ്ങളും തേടാം. അനന്തം പറഞ്ഞില്ലേ? പറഞ്ഞു. നാദാപുരത്ത് ക്ഷാമം പെരുകുമ്പോൾ നാടുവാഴി സഹായം തേടി ഇങ്ങെത്തും. അപ്പോഴാണ് ഉടമ്പടികളൊക്കെ പറയേണ്ടതും നടത്തേണ്ടതും. ശേഷം കാര്യങ്ങൾ നാം ആലോചിച്ച് ചെയ്യുന്നു. അനുരൂപൻ അല്ല, എന്റെ മോൻ അമ്പു. നാടുവാഴിയുടെ മകൾക്ക് അനുരൂപനായ ചെക്കൻ എന്ന് പറയുകയായിരുന്നു ഞാൻ. നടപ്പുള്ള കാര്യത്തെ പറ്റി ചിന്തിക്കുകയല്ലേ ഭേദം. നിനച്ചാൽ നടക്കാത്തതായി വല്ലതുമുണ്ടോ കൊച്ചുകുറുപ്പുന്നോരെ? എല്ലാം പനച്ചേരിയുടെ ഇഷ്ടം. നാം ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ പലതും നടക്കും. ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ്. എന്നെ പരിപൂർണമായി വിശ്വസിക്കാം. പനച്ചേരിക്ക് ഞാനുണ്ട്. അമ്പു, അമ്പൂട്ടി, പനച്ചേരി എനിക്കൊരു വിവാഹ കാര്യം തോന്നിച്ചു. പെണ്ണിനെ എനിക്കൊന്ന് കാണണം. ഇപ്പോഴേ പുറപ്പെടാം. മിടുക്കൻ. നല്ലൊരു കാര്യം തീരുമാനിച്ചാൽ നീട്ടിക്കൊണ്ടു പോകരുതെന്നാണ് അല്ലേ അമ്പൂട്ടി? നീട്ടിക്കൊണ്ടു പോകരുതെന്നാണ് ഞാനും പറയുന്നത്. ഞാൻ അറിവോളം ഒന്ന് പോയി ഉരിങ്കോട്ടെ. വല്ലാത്ത വാശിക്കാരനാണ് ഈ അമ്പൂട്ടി. അച്ഛന്റെ എല്ലാ പെരുമകളും പോന്നു പോരായ്മകളും മക്കൾക്കും കാണും. നമ്മുടെ മാളവിന്റെ തലമുടി പോലെ ഇരിക്കുന്നു. അച്ഛനും ചേട്ടനും പൂജ നടത്താൻ ഒരുങ്ങിയിരിക്കുക. എന്തോന്ന് പൂജ? രജതാശുഹം. ഓം രാജശേഖരായ നമഃ. ഓം ഓം മോനെ ചന്തുണ്ണി, ഹോമം സഫലമായി. മാളു, എന്താ കുതിരയുടെ വയറ്റിനകത്ത് എടുത്തത്? അതാണ് നീറ്റ് ഭസ്മം. അത്ഭുത സിദ്ധികളുള്ള ഭസ്മം. ഭക്തിയോടുകൂടി അത് കഴിച്ചിട്ട് മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് നടത്തും. മാളു, അതെനിക്ക് കുറച്ചെടുത്ത് തരുമോ? ഞാനത് കഴിച്ചിട്ട് ഒരു കാര്യം മനസ്സിൽ വിചാരിക്കാൻ പോവുക. എന്ത് കാര്യം? നിന്നെ കല്യാണം കഴിക്കണം. അയ്യോ, അതിനത് കഴിച്ചിട്ടിട്ട് വേണ്ടേ? അച്ഛൻ അത് ആരും അറിയാത്ത ഒരിടത്ത് വിളിച്ചു വെക്കുക. അയ്യോ, ഒന്ന് എടുത്ത് താ മാളു. അയ്യോ, അത് കുടുംബദ്രോഹം. ഞാന് കുടുംബത്തിൽ അങ്ങാൻ പോവില്ലയോ? ഞാൻ കണ്ടുപിടിച്ചോളാം എവിടാണ് വയ്ക്കാന്നുള്ളത്. എന്താ നാളെ ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് ഓർക്കി. എന്നാൽ ആ പേര് ഓർമ്മയിലെത്തും. അമ്പാടി തന്നെയാണോ വീരൻ? 16,008 ഭാര്യമാരും കണക്കില്ലാതെ കുശീർത്തരങ്ങളുമുള്ള അമ്പാടി കള്ളകൃഷ്ണൻ. നല്ല പേര് മാത്രവും ആഘാരവും അഭ്യാസവും ആളൊരു കേമനാണേ. അല്ലിമലർക്കാവൽ വെച്ച് നമ്മളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ ആദ്യം ആലസ്വൊന്നും കൊച്ചു തമ്പ്രാട്ടിക്ക് ഒന്ന് ഭവിക്കില്ലായിരുന്നു. എന്താ ഒരു വഴി? എന്തിന്? ഒന്ന് കാണാൻ. കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഊഴിയാടണമെന്നാവും, പിന്നെ തൊട്ടുറുമിരിക്കണമെന്നാവും. അതും കഴിഞ്ഞാൽ കയറില്ലാതെ തന്നെ എന്നെ ഒന്നിച്ചു വരിഞ്ഞു കെട്ടിയിരിക്കുന്നു.
ആ ആള് എവിടെയാണെന്ന് ആർക്കറിയാം? ആരാണ്? എങ്ങനെയുള്ളവനാണ്? അത്രയ്ക്ക് വേണ്ട കൊച്ചു തമ്പ്രാട്ടി. അറിയാതെ ചെന്ന് ആപത്തിൽ കുടുങ്ങരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ ഉള്ളവളെ കുറിച്ച് അവിടുന്ന് ഓർക്കുന്നുണ്ടാവൂ. ഉറങ്ങാറായില്ലേ? അയ്യോ, അല്ലിമലർക്കാവിലെ ഉത്സവത്തിന് ശേഷം ആളൊന്നും മാറിയിട്ടുണ്ട്, കണ്ണു? ഞാൻ കാര്യം ആരായാണ്ടിരുന്നില്ല. എന്നിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു വിഴിഞ്ഞു. അല്ല, യക്ഷികളാരാനും കൂടിയിട്ടുണ്ടോ? നമുക്ക് വെളുത്തമ്മാവനെയും കാവുമ്മയെയും വിവരവും തിരിവിച്ചാൽ വരട്ടെ, നമുക്ക് ചെന്ന് തപസ്സൊന്ന് ഇളക്കണം. ഒന്നുമില്ലെങ്കിലും 3-4 ഓണം കൂടുതൽ ഉണ്ടിട്ടുള്ളവരല്ലേ നമ്മള്? ഇല്ലേ കണ്ണു? നമ്മളോട് വേണോ ഇത്? അല്ല, എന്തിനും ഏതിനും നമ്മുടെ കൂടെ നിന്നുകൊണ്ടിരുന്ന ഈ ചങ്ങാതിയുടെ ഈ പാവപ്പാർച്ച കണ്ട് ഞാൻ ഓരോന്ന് ആലോചിച്ചു പോകാൻ. കൂട്ടരെ, എനിക്ക് പ്രായം കുറവാണെങ്കിലും വകതിരിവിന് കുറവൊന്നും വരില്ല. അമ്പാടിക്ക് വകതിരി കുറവുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇല്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹം കൂടുതലുണ്ടായിരിക്കും. മനസ്സിലാക്കുന്നു. മറച്ചു വെക്കേണ്ട ചില രഹസ്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. സമയമെടുക്കട്ടെ, ഞാൻ എല്ലാം തുറന്നു പറയാം. റൂമല്ലേ ഓടിക്കളിച്ച് വരുന്നത്? എന്തെങ്കിലും രഹസ്യം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എല്ലാവരെയും ഒന്നിച്ച് കണ്ടല്ലോ. ഞാൻ പുണ്യം ചെയ്തവളാണ്. വിശേഷിച്ച് കാര്യമായിട്ട് എന്തെങ്കിലും പറയാൻ കാണും. പെണ്ണ് കേമിയാണേ. രഹസ്യം പറഞ്ഞ അമ്പാടിയിലെ ചെവി നിറഞ്ഞു കാണും. അല്പം ഈ കാതിലേക്കും കൂടി പകർന്നാലും. എല്ലാ ഒരുക്കങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുന്നു. ചാക്ക് ചാക്കല്ലേ അരി കൂട്ടിയിരിക്കുന്നത്. എല്ലാം പറഞ്ഞ പോലെ. എന്നാൽ ഞാൻ അങ്ങനെയാവട്ടെ, ഞാൻ വന്ന് കണ്ടുകൊള്ളാം. അനന്തരം നല്ല ശ്രദ്ധ വേണം. തീർച്ചയായും ധാന്യങ്ങളെല്ലാം കടത്തനാട്ടെ ഇരുട്ടറയിൽ ഭദ്രമായി ഞാൻ എത്തിച്ചോളാം. വരുന്നുണ്ട്, വരും. ധാരാളം ധാന്യം ഇനിയും വരാനുണ്ട്. പക്ഷേ എന്നും ഈ ഔദാര്യം കിട്ടിക്കൊണ്ടിരിക്കുമെന്നും നിങ്ങൾ ആർക്കരുതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആഹാരത്തിനും ഭദ്രതയ്ക്കും വേണ്ടി പൊരുതുക, അവകാശങ്ങൾ നേടിയെടുക്കുക. ഞാനും കൂടി അറിഞ്ഞോട്ടെ, എന്താ രണ്ടുപേരും കൂടി വാക്കില്ലാതെ പറയുന്നത്? എങ്ങോട്ടാണ് ഈ രണ്ടുപേരും കൂടി പോകുന്നത്?
എന്താ ഇതൊക്കെ? കാര്യം പറയുന്ന ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്കറിയണ്ടേ? ഞാൻ സ്വപ്നം കാണുകയാണ്. അമ്മ, എന്നെ ഞാൻ തെറ്റ് ചെയ്യുക. ഈ നോയമ്പും നേർച്ചയും കാവലമ്മ കൈക്കൊള്ളും. എന്റെ തമ്പുരാനെ, ഈ കാഴ്ചയ്ക്കും വേഴ്ചയ്ക്കും ഇവൾ കാത്തിരുന്നേ. തമ്പുരാട്ടി എങ്ങാനും അറിഞ്ഞാൽ തല കൊയ്തോട്ടെ. വാളുകൊണ്ട് വെട്ടിക്കൊള്ളു, വാക്കുകൊണ്ട് വേണ്ട. എന്ത് വേണ്ടിന്? എന്നറിയോ? ഇല്ല. കടത്തനാട്ടിലെ പച്ചോളിന്ന് കൊച്ചു കുറുപ്പെന്നറിയപ്പെടുന്ന കുറുപ്പെന്നോരുടെ മോൻ അമ്പുവാണ് ഞാൻ. വന്നത് കേട്ടറിഞ്ഞു, കണ്ടുപോകാമെന്ന് കരുതി. എന്നെയോ? തന്നെ. സന്തോഷം. വമ്പത്തി കാറ്റാടുന്ന കളിത്തിണ്ണയിലൊന്ന് ഇരിക്കാൻ പറയാനും തണ്ണീർ കുടിക്ക് വിളിക്കാനും കിളിവാലും വെറ്റില ചുരുട്ടി ഒന്ന് മുറുക്കാൻ തരാനും മടിയുണ്ടോ? അതൊരു മര്യാദയേ ആകൂ. നിങ്ങളിപ്പോ നാദാപുരം കോട്ടയിലാണ്. ഉപചരിക്കേണ്ടത് കോട്ടിക്കുടമയാണ്. വാക്കിന് വാക്ക്, വാളിന് വാള്. ഇത് തന്നെയാണ് എന്റെയും പ്രമാണം. ഈ മുഷിത്തിൽ ഞാൻ മാറ്റുന്നുണ്ട്. ഇതാ രാമായണം എഴുതിയ പൊൻവിളകൾ. ഈ ഉടല് കണ്ടപ്പോ, ഈ ഉരിയാട്ടം കേട്ടപ്പോ ഇവിടെ വെച്ച് തന്നെ ഞാൻ തന്നു പോവാ. മടിക്കേണ്ട, കൈ നീട്ടി തരേണ്ടവൻ തന്നെയാണ് തരുന്നത്. കേൾക്കണം നിങ്ങൾ. കണ്ണൻ കൈക്കിരന്റെ കാപ്പിടാൻ വേണ്ടി കടത്തനാട്ടിൽ നിങ്ങൾ കോട്ടോളം എത്തിയത് കുറെ കടുപ്പമായി പോയി. പെണ്ണേ, കഷ്ടം. പൊന്നന്മാർ ഇങ്ങനെയുണ്ടോ? എന്തു പറഞ്ഞു? എന്തേ കൊച്ചു തമ്പുരാട്ടി? ആടാ, എന്റെ പേരതാണ്. ഇവൾ ആരെക്കുറിച്ചാണ് അറിയേണ്ടത്? ആരെയാണ് കാണേണ്ടത്? ആർച്ചേ. എങ്കിലും അകത്ത് കടന്നിരിക്കാമല്ലോ. ആ ചിന്നു, അകത്ത് പോയി. ഇരിക്കണം. അമ്പു എന്നല്ലേ പേര്? അതെ, പക്ഷേ എന്നെ പേരെടുത്ത് വിളിച്ച ഒരു പെണ്ണില്ല. പൊറുക്കണം. കോട്ടയിൽ അച്ഛന് വന്ന് ചെത്തിന്ന് കേട്ടു. തണ്ണീർ കുടിക്കൂ, ഒരുക്കി വരാം. ഉടനെ വേണമെന്നില്ല. അരികിൽ വന്നിരുന്നോളീ, എനിക്ക് വിരോധമില്ല. ദാ വന്നു കഴിഞ്ഞു. ചെക്കൻ ആകെ വഷളാക്കുമെന്ന് കരുതി. ആർച്ചയ്ക്ക് അമ്പുവിന് ഇഷ്ടപ്പെട്ടത് തന്നെ. ഒന്ന് കണ്ടു പോരേണ്ടതിന് ഇപ്പോഴേ കൂടെ പാർക്കാൻ പോവാണ്. നമ്മുടെ അന്തസ് വിടാമോ? അതും ഇത്തിരി പോന്നൊരു പെണ്ണിന്റെ മുമ്പിൽ ഒത്തിരി പോന്ന അവൻ എന്നു കണ്ടു, മിണ്ടി, കഴിഞ്ഞു. ഉടൻ പോരേണ്ടതല്ലേ? പണ്ടത്തെ കാലമാണോ കുറുക്കുന്നവരെ? പിന്നെ ഈ സ്നേഹത്തിനും ബന്ധത്തിനും വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്യുന്നത് എന്തിനെന്ന് ഓർമ്മ വേണം. നാദാപുരം കോട്ട ഇപ്പോഴേ എന്റെ സ്വന്തമായി കഴിഞ്ഞു എന്ന് ഞാൻ ഉറച്ചിരിപ്പാണ്, കടത്തനാട്ടിന്റെ സഹായത്തോടെ. ആരിത്? ലക്ഷ്മി.
ഇവൾ ഇവിടെ കടത്തനാട്ടിൽ നിന്ന് കല്ലെറിഞ്ഞ് പായിച്ചതാണ് ഇവൾ. ഇവൾ ചാരവൃത്തി ചെയ്തു, നാടിനെ ഒറ്റിക്കൊടുക്കാൻ ഒരുമ്പെട്ടു. ഓഹോ, ലക്ഷ്മി കടത്തനാട്ട ചാരദാസിയായിരുന്നു അല്ലേ? അവൾ ഇവിടെ വന്നൊരു 4 നാള് കഴിഞ്ഞപ്പോഴേ എനിക്കൊരു പന്തിയില്ലായ്മ തോന്നി. അവളിവിടെ വച്ചുകൊണ്ടിരിക്കുന്ന അപകടം കടത്തനാട്ടിന്റെ മാത്രമല്ല, എന്റെ ശത്രുവാണവൾ. ഇപ്പോഴേ നാടുവാഴി അറിയിച്ചാലോ? വരട്ടെ, ഞാൻ